ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. ഇന്തോനേഷ്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭീകരതയ്ക്കെതിരായ സംയോജിത പ്രവർത്തനങ്ങൾക്ക് ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി. വയനാട് കള്ളാടി തുരങ്കപാത നിർമ്മാണ പ്രദേശത്തുണ്ടായ മണ്ണിടിച്ചിലിൽ മരണം 3 ചികിത്സയിലുള്ളത് 10 പേർ. പ്രദേശത്ത് തെരച്ചിൽ പുരോഗമിക്കുന്നു. തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൂട്ടിയിട്ടിരുന്ന മണ്ണ് നീക്കണമെന്ന നിർദ്ദേശം ജൂൺ 20 തന്നെ നൽകിയിരുന്നതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. മനുഷ്യനിർമ്മിത ദുരന്തമാണിതെന്ന് മന്ത്രി ടി സിദ്ദിഖ്. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. ലഹരി വ്യാപനത്തിനെതിരെ സർക്കാർ നടപ്പാക്കുന്ന പ്രവർത്തനങ്ങൾക്ക് പൊതുസമൂഹം പിന്തുണ നൽകണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് അർജന്റീന ഈജിപ്തിനെ നേരിടും. രാത്രി 9:30 മത്സരം. വാർത്തകൾ വിശദമായി. ഇന്തോനേഷ്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭീകരതയ്ക്കെതിരായ സംയോജിത പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്താൻ നിരവധി അവസരങ്ങൾ മുന്നിലുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ത്രിരാഷ്ട്ര പര്യടനത്തിന്റെ ഭാഗമായി ജക്കാർത്തയിലെത്തിയ പ്രധാനമന്ത്രി ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. നിർമ്മിത ബുദ്ധി അടക്കമുള്ള മേഖലകളിൽ സാങ്കേതിക സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് സുപ്രധാന കരാറുകളിലും ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. വയനാട് കള്ളാടി തുരങ്കപാത നിർമ്മാണ പ്രദേശത്തുണ്ടായ മണ്ണിടിച്ചിലിൽ 3 മരണം സ്ഥിരീകരിച്ചു. 18 പേരാണ് അപകടത്തിൽപ്പെട്ടത്. ഇതിൽ 10 പേരെ പരുക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അവശേഷിക്കുന്ന 5 പേർക്കായി പ്രദേശത്ത് തെരച്ചിൽ തുടരുകയാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്. ഇന്ന് രാവിലെ 11:15 നാടിനെ നടുക്കിയ ദുരന്തമുണ്ടായത്. പദ്ധതി പ്രദേശത്തെ ജോലിയിൽ ഏർപ്പെട്ടിരുന്ന സുരക്ഷാ ജീവനക്കാർ, മേൽനോട്ട ചുമതലയുള്ള ജീവനക്കാർ എന്നിവരാണ് അപകടത്തിൽപ്പെട്ടത്. NDRF, ഫയർഫോഴ്സ്, പോലീസ്, ഫോറസ്റ്റ്, നാട്ടുകാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുന്നത്. കള്ളാടി ആനക്കാംപോയിൽ തുരങ്കപാത നിർമ്മാണ സ്ഥലത്ത് മീനാക്ഷി പാലത്തിലേക്കാണ് മണ്ണിടിച്ചിലുണ്ടായത്. മേപ്പാടി ചൂരൽമല റോഡിലെ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. മണ്ണിടിച്ചിലിൽ മീനാക്ഷി പാലത്തിലേക്ക് പതിച്ച മണ്ണ് നീക്കം ചെയ്യാനുള്ള ശ്രമമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. പാലത്തിന് ഇരുവശങ്ങളായി കുടുങ്ങിക്കിടന്ന പ്രദേശവാസികളെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റി. കഴിഞ്ഞ 2 ദിവസമായി ഈ പ്രദേശത്ത് ശക്തമായ മഴയായിരുന്നു. മഴയുടെ പശ്ചാത്തലത്തിൽ പ്രദേശത്തെ പ്രവർത്തികൾ നിർത്തിവെക്കുവാൻ ജില്ലാ ഭരണകൂടം നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നതിനാൽ നിർമ്മാണ ജോലികൾ നടക്കുന്നുണ്ടായിരുന്നില്ല. ശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വയനാട് മണ്ണിടിച്ചിൽ അപകടം ദൌർഭാഗ്യകരമായ സംഭവമാണെന്നും തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൂട്ടിയിട്ടിരുന്ന മണ്ണ് നീക്കണമെന്ന നിർദ്ദേശം ജൂൺ 20 തന്നെ നൽകിയിരുന്നതാണെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ. എന്നാൽ കരാറുകാർ ഈ നിർദ്ദേശങ്ങൾ പാലിച്ചില്ലെന്നും അദ്ദേഹം വിമർശിച്ചു. മുൻകൂട്ടി ഈ മണ്ണ് നീക്കം ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളതായിരുന്നു. ജില്ലാ കളക്ടറും ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ ചെയർമാനും 20 തീയതി തന്നെ ഉത്തരവിറക്കി ഇതെല്ലാം നീക്കം ചെയ്യണമെന്ന് പറഞ്ഞിരുന്നതാണ്. PWD മന്ത്രി യോഗം ചേർന്ന് ഇത് അടിയന്തരമായി നീക്കം ചെയ്യണം എന്ന് കോൺട്രാക്ടർമാരെ അറിയിച്ചിട്ടുള്ളതായിരുന്നു നേരത്തെ തന്നെ. പക്ഷേ അതിന്റെ കരാറുകാര് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെയും ജില്ലാ കളക്ടറുടെയും മന്ത്രിയുടെയും നിർദ്ദേശം അവർ പാലിച്ചില്ല. എന്തായാലും വളരെ ദൌർഭാഗ്യകരമായ ദുരന്തമാണ്. ദുരന്തത്തിൽപ്പെട്ടവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. വയനാട് കള്ളാടിയിലുണ്ടായത് ഉരുൾപൊട്ടലല്ലെന്നും ശാസ്ത്രീയമല്ലാത്ത രീതിയിൽ മണ്ണ് കൂട്ടിയിട്ടത് മൂലമുണ്ടായ മനുഷ്യനിർമ്മിത ദുരന്തമാണെന്നും മന്ത്രി ടി സിദ്ദിഖ്. മഴക്കാലത്ത് ഇത്തരം മണ്ണ് നീക്കലും സംഭരണവും പൂർണ്ണമായി നിർത്തിവെക്കണമെന്നും അപകട സാധ്യത നേരിടുന്ന കുടുംബങ്ങളെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കണമെന്നും കർശന നിർദ്ദേശം നൽകിയിരുന്നു. നിർദ്ദേശങ്ങൾ എന്തുകൊണ്ടാണ് നടപ്പാക്കാതിരുന്നതെന്ന് പരിശോധിച്ച് കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി. സർക്കാരിന്റെയും ദുരന്ത നിവാരണ വകുപ്പിന്റെയും പ്രവർത്തനങ്ങൾക്ക് പിന്തുണ അറിയിച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ദുരന്തത്തിൽ ജീവഹാനി സംഭവിച്ചവരുടെ കുടുംബങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായി പറഞ്ഞ അദ്ദേഹം ദുരന്തബാധിതർക്ക് സർക്കാർ ധനസഹായം ലഭ്യമാക്കണമെന്നും ആവശ്യപ്പെട്ടു. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ഒഴികെ എല്ലാ ജില്ലകളിലും നാളെയും മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി മുൻ ജില്ലാ ജഡ്ജി എൻ ശേഷാദ്രിനാഥൻ ചുമതലയേറ്റു. കോഴിക്കോട് സ്വദേശിയായ എൻ ശേഷാദ്രിനാഥന് നിയമരംഗത്ത് നീണ്ടകാലത്തെ പരിചയസമ്പത്തുണ്ട്. എ ഷാജഹാൻ വിരമിച്ച ഒഴിവിലാണ് നിയമനം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. സംസ്ഥാനത്ത് സെൻസസ് 2027ന്റെ ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടരുന്നു. വീടുകളിൽ എത്തുന്ന എന്യൂമറേറ്റർമാരോട് പൂർണ്ണമായും സഹകരിക്കണമെന്ന് ചലച്ചിത്രതാരം മോഹൻലാൽ അഭ്യർത്ഥിച്ചു. രാജ്യത്തിന്റെ സാമൂഹികവും സാമ്പത്തികവുമായ പുരോഗതി വിലയിരുത്തുന്നതിനും ഭാവി പദ്ധതികൾ തയ്യാറാക്കുന്നതിനും സെൻസസ് വിവരങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. 2026 ജൂലൈ 1 മുതൽ 30 വരെ നടക്കുന്ന സെൻസസ് 2027ന്റെ ഒന്നാം ഘട്ടമായ ഹൗസ് ലിസ്റ്റിംഗ് ആൻഡ് ഹൗസിംഗ് സെൻസസ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി സെൻസസ് ഡ്യൂട്ടിക്ക് നിയോഗിച്ച എന്യൂമറേറ്റർമാർ നമ്മുടെ വീടുകൾ സന്ദർശിക്കുമ്പോൾ എല്ലാവരും പൂർണ്ണവും കൃത്യവുമായ വിവരങ്ങൾ നൽകി സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ലഹരി വ്യാപനത്തിനെതിരെ സർക്കാർ സംവിധാനങ്ങൾ നടപ്പാക്കുന്ന പ്രവർത്തനങ്ങൾക്ക് പൊതുസമൂഹം പിന്തുണ നൽകണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. തൂഫാൻ ലഹരി പ്രതിരോധ ക്യാമ്പയിന്റെ ഭാഗമായി സംഘടിപ്പിച്ച തൂഫാനൊപ്പം എന്റെ വിദ്യാലയം പരിപാടിയുടെ ഉദ്ഘാടനം കൊല്ലത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ തൂഫാന്റെ വിജയത്തിനായി കൂടുതൽ പിന്തുണ നൽകിയത് സ്ത്രീ സമൂഹമാണെന്നും എല്ലാ വിഭാഗം ജനങ്ങളും ഇതിനായി കൈകോർക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രോഗികളെ തറയിൽ കിടത്താൻ പാടില്ല എന്ന നിലപാടുമായി സർക്കാർ മുന്നോട്ടു പോകുകയാണെന്ന് മന്ത്രി കെ മുരളീധരൻ. പുലേനാർകോട്ട ആശുപത്രിയിൽ 200ഓളം കിടക്കകൾ സജ്ജീകരിച്ചുകൊണ്ട് പനി ബാധിച്ച രോഗികളെ ഇവിടേക്ക് മാറ്റുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാനത്ത് സിനിമാ നയം ഉടൻ പ്രഖ്യാപിക്കുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ്. സിനിമാ മേഖലയ്ക്ക് വ്യവസായ പദവി കൊടുക്കുക എന്നതാണ് സർക്കാരിന്റെ നയം. ഇതിന്റെ കരട് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണെന്നും ചർച്ചകൾക്ക് ശേഷം ഉത്തരവ് ഇറങ്ങുമെന്നും അദ്ദേഹം അമ്പലപ്പുഴയിൽ പറഞ്ഞു. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ നാളെ തുടക്കം. 2 ദിവസത്തെ യോഗത്തിൽ കേന്ദ്ര വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി അന്നപൂർണ ദേവി പങ്കെടുക്കും. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതിയുടെ യോഗം ഇന്നലെയും ഇന്നുമായി കൊച്ചിയിൽ നടന്നു. കേരള PSCയെക്കുറിച്ച് പ്രചരിക്കുന്ന വസ്തുതാവിരുദ്ധമായ വാർത്തകൾ ഖേദകരമാണെന്ന് PSC പ്രസ്താവനയിൽ അറിയിച്ചു. നിരവധി നിയമന പ്രക്രിയകൾ നടക്കുമ്പോൾ അത്യപൂർവമായി ഉണ്ടാകുന്ന പിശകുകളെ പർവ്വതീകരിക്കുന്ന രീതിയിൽ നിന്ന് മാധ്യമങ്ങൾ വിട്ടുനിൽക്കണമെന്നും കമ്മീഷൻ അഭ്യർത്ഥിച്ചു. ഫിഫ ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ ഇന്ന് രാത്രി 9:30 നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന കരുത്തരായ ഈജിപ്തിനെ നേരിടും. ലയണൽ മെസ്സിയും മുഹമ്മദ് സലായും നേർക്കുനേർ വരുന്ന പോരാട്ടത്തിനായി ഫുട്ബോൾ ലോകം ആവേശപൂർവ്വം കാത്തിരിക്കുകയാണ്. രാത്രി 1:30 നടക്കുന്ന മത്സരത്തിൽ കൊളംബിയ സ്വിറ്റ്സർലൻഡിനെ നേരിടും. ഇന്ത്യ-ഇംഗ്ലണ്ട് T20 പരമ്പരയിലെ 3ാം മത്സരം ഇന്ന്. ഇന്ത്യൻ സമയം രാത്രി 10 മണിക്ക് ഇംഗ്ലണ്ടിലെ ട്രെന്റ് ബ്രിഡ്ജ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം. പരമ്പരയിൽ ഇംഗ്ലണ്ട് 1-0 മുന്നിലാണ്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 104 പോയിന്റ് ഇടിഞ്ഞ് 78,181 നിഫ്റ്റി 32 പോയിന്റ് നഷ്ടത്തിൽ 24,399 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 1000 രൂപ താഴ്ന്ന് 1,06,520 രൂപയും ഗ്രാമിന് 13,315 രൂപയുമാണ് ഇന്നത്തെ വില. നെല്ലിയാമ്പതി ചുരം റോഡിൽ യാത്രക്കാർക്കും വാഹനങ്ങൾക്കും ഏർപ്പെടുത്തിയിരുന്ന എല്ലാവിധ കർശന നിയന്ത്രണങ്ങളും പിൻവലിച്ചതായി പാലക്കാട് ജില്ലാ കളക്ടർ. ജില്ലയിൽ മഴയുടെ തീവ്രത ഗണ്യമായി കുറഞ്ഞ സാഹചര്യത്തിലാണ് നടപടി. കോതമംഗലം കുട്ടമ്പുഴയിൽ ജനവാസ മേഖലയിലെ കിണറ്റിലകപ്പെട്ട കാട്ടാനയെ മണിക്കൂറുകൾ നീണ്ട പരിശ്രമങ്ങളിലൂടെ കരയ്ക്കെത്തിച്ച് വനം വകുപ്പ്. ഇന്ന് പുലർച്ചെയോടെയാണ് കൂട്ടം തെറ്റിയെത്തിയ കാട്ടാന കൂവപ്പാറയിലെ സ്വകാര്യ വ്യക്തിയുടെ കിണറ്റിൽ വീണത്. ആനയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് വനം വകുപ്പ് അധികൃതർ അറിയിച്ചു. കേന്ദ്ര പഞ്ചായത്തി രാജ് മന്ത്രാലയവും കേരള തദ്ദേശ സ്വയംഭരണ വകുപ്പും സംയുക്തമായി സംഘടിപ്പിച്ച ആത്മനിർഭർ പഞ്ചായത്ത് ഔട്ട്റീച്ച് ശില്പശാല സമാപിച്ചു. കളമശ്ശേരിയിൽ നടന്ന പരിപാടി മന്ത്രി KM ഷാജി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സർക്കാർ നൽകുന്ന ഗ്രാന്റുകളെ മാത്രം ആശ്രയിച്ച് മുന്നോട്ടു പോകുന്ന രീതി മാറണമെന്നും തനതു വരുമാനം വർദ്ധിപ്പിച്ച് സ്വയം പര്യാപ്തത കൈവരിക്കണമെന്നും മന്ത്രി പറഞ്ഞു. രാവിലെ നടന്ന ചടങ്ങിൽ കേന്ദ്ര പഞ്ചായത്തി രാജ് മന്ത്രാലയം സെക്രട്ടറി വിവേക് ഭരദ്വാജ് ഭദ്രദീപം കൊളുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്തോനേഷ്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭീകരതയ്ക്കെതിരായ സംയോജിത പ്രവർത്തനങ്ങൾക്ക് ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി. വയനാട് കള്ളാടി തുരങ്കപാത നിർമ്മാണ പ്രദേശത്തുണ്ടായ മണ്ണിടിച്ചിലിൽ മരണം 3ആയി. ചികിത്സയിലുള്ളത് 10 പേർ. പ്രദേശത്ത് തിരച്ചിൽ പുരോഗമിക്കുന്നു. തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൂട്ടിയിട്ടിരുന്ന മണ്ണ് നീക്കണമെന്ന നിർദ്ദേശം ജൂൺ 20 തന്നെ നൽകിയിരുന്നതായി മുഖ്യമന്ത്രി VD സതീശൻ. മനുഷ്യനിർമ്മിത ദുരന്തമാണിതെന്ന് മന്ത്രി T സിദ്ദിഖ്. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. ലഹരി വ്യാപനത്തിനെതിരെ സർക്കാർ നടപ്പാക്കുന്ന പ്രവർത്തനങ്ങൾക്ക് പൊതുസമൂഹം പിന്തുണ നൽകണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് അർജന്റീന ഈജിപ്തിനെ നേരിടും. രാത്രി 9:30 മത്സരം.
പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.